ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. ഇന്നത്തേതൊരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആണ്. 2 റെസിപ്പി ഉണ്ട് കേട്ടോ. ഒന്നല്ല 2 റെസിപ്പിയാണ്. 2 ഹെൽത്തി ടീയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ തന്നെയാണ് ഇത് ചെയ്തു തരാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ക്യാമറമാനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടീയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണ് എമൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നതിൽ 1 കപ്പിൻ്റെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 കപ്പിന് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതൽ ഇടുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ നമ്മുടെ മാജിക് പൗഡർ ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ സ്പൈസസിൻ്റെ പൗഡറാണ്. കാർഡമം, സിന്നമൺ, നമ്മുടെ ക്ലോവ്സ്. ഇത് 3 റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കാണ്. ഞങ്ങളെപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് അമ്മ വെച്ചിട്ടുണ്ട്, ഒരു കണ്ടെയ്നറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്പൈസസിൻ്റെ പൗഡർ 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. 1 കപ്പിന് 1/2 ടീസ്പൂൺ മതി. പിന്നെ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആ കപ്പിന് ആവശ്യമുള്ളത് 1 കപ്പാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ചായപ്പൊടിയും കൂടെ, നമ്മൾ ടീ പൗഡറും കൂടെ ഇടുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റൗ. ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ടീ എത്രമാത്രം ഹെൽത്തി ആണെന്നുള്ളത്. അതേപോലെ തന്നെ എത്രമാത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു റെസിപ്പി മാത്രമല്ല, നെക്സ്റ്റ് ഇനി കാണിക്കാൻ പോകുന്ന റെസിപ്പിയെക്കുറിച്ചാണെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പോരാണ്ടായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പീസിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബെനിഫിറ്റ്സ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലും ഞാൻ എഴുതാം. നിങ്ങൾക്കത് വായിക്കാം. ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഞാൻ സൈഡിൽ എഴുതിയേക്കാം, നിങ്ങൾക്കത് വായിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ, ഇംഗ്ലീഷ് വേർഷനിൽ ചെയ്തതാണ്. ഇതിപ്പം കുറച്ച് പേര് ഇതിൻ്റെ റെസിപ്പി മലയാളത്തിൽ ഇടുമെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ സെയിം വീഡിയോ മലയാളത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഹെൽത്തി ടീ റെസിപ്പി തന്നെയാണ്. ഡ്രൈ ജിഞ്ചർ ടീയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോടി വരുന്നത് നമ്മുടെ ദഹനം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ഡൈജഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, പിന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി പെയിനും ഹെഡേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ മനസ്സിൽ വരിക. പണ്ട് നമ്മളെ വീട്ടിലുള്ള മുതിർന്നവർ പറയും, ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും കുറച്ച് ഉപ്പും കൂടെ കടിച്ച് അതിൻ്റെ കൂടെ നീരോടെ തന്നെ ഇറക്കുവാണെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും എന്നുള്ളത് ആ ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാനതെല്ലാം എഴുതിയിടാം, സൈഡിൽ നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുക്ക് പൊടിയാണ് ഇടുന്നത്. അതായത് നമ്മൾ ജിഞ്ചർ, അതായത് ഇഞ്ചി നമ്മുടെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് ചുക്ക് പൊടി, അതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ടീ പൗഡറും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 1/2 ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് വേണ്ട, നമ്മൾ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫുള്ളും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു 3-4 ഡ്രോപ്സ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം 2 ഹെൽത്തി ടീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റത്തേതും സെക്കൻഡത്തേതും ഓരോരോ ദിവസവും ട്രൈ ചെയ്ത് കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും അറിയിക്കണം കമൻറ്റിലൂടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലെ വ്ളോഗിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.